ഹലോ. അങ്ങനെ ഞങ്ങളിത് തീരെ പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാതെ ഞങ്ങളിതവിടെ തൃശ്ശൂർ പൂരത്തിന് എത്തിയിട്ടുണ്ട്. പൂരം ഇപ്രാവശ്യം വലിയ ഇതൊന്നുമില്ലല്ലോ, കാഴ്ചകളൊന്നുമില്ലാത്ത പൂരം കേട്ടോ. പക്ഷേ ഞങ്ങളിതേ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വണ്ടിയൊക്കെ ഒതുക്കി ഞങ്ങൾ നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റേജിൽ സമൂഹമഠോ അങ്ങനെ എന്തുട്ടാ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സമൂഹമഠം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഇതെന്താ പറയുക, ഇങ്ങനത്തെ ഈ സ്വാമിമാരുടെ പട്ടന്മാരുടെ എന്തോ ഒരു ഇതൊക്കെയാണ്, പരിപാടിയൊക്കെയാണ്. അതാണ് സമൂഹമഠത്തിൻ്റെ ആ ഒരു ഹോൾ കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ, ഒരു ഭജൻസാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ റൗണ്ടിലേക്ക് കയറുകയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളതാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്ലാനിങ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാനൊരു രാജുവേട്ടന് പൂരത്തിന് പോകണം അല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകണം എന്നുള്ളതൊരു പ്ലാനൊന്നുമില്ല. പകൽ ഞാൻ ചോദിച്ചു പോകണ്ടേ രാജുവേട്ടൻ, എല്ലാവരും അപ്പം ഭജൻ കേട്ട് കയ്യൊക്കെ അടിച്ചിട്ടോ വരവ്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാജുവേട്ടൻ പോകണ്ടേ, നമ്മളെല്ലാ കൊല്ലം പോകാറുള്ളതല്ലേ, പോകണില്ല ഇപ്രാവശ്യം ചോദിച്ചു. ഇപ്രാവശ്യം പൂരം അത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, വെടിക്കെട്ടില്ല, അതില്ല കുടമാറ്റമൊക്കെ അരമണിക്കൂറൊക്കെ ഉള്ളൂ, എന്തായാലും ഞാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞു. രാജുവേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഇതേ നിലപാട് തന്നെയാണ് കേട്ടോ. പിന്നെ വെയിലുള്ള ആർക്കും വയ്യ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ രാജുവേട്ടൻ്റെ വർക്ക് സൈറ്റ് ഉണ്ട് കേരളവർമ്മ കോളേജിൻ്റെ അവിടെ. അപ്പോൾ അവിടെ എന്തോ ചെറിയ ചില്ലറ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളി വന്നപ്പോൾ രാജുവേട്ടൻ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രാജുവേട്ടൻ കിടന്നുറങ്ങിയായിരുന്നു. അപ്പോഴാണ് വിളി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സ് പറയുന്നത് നീയും കൂടെ പോരേന്ന് പറഞ്ഞ്, അങ്ങനെ എന്തായാലും കേരളവർമ്മ തൊട്ടടുത്ത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഞാനും കൂടെ രാജുവേട്ടൻ്റെ കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ലൈവൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ സെറ്റായി നിന്നതാണ്. അപ്പോഴാണ് 6:30 ഈ പ്ലാൻ വന്നത്. അങ്ങനെ വന്ന് അവിടെ പോയി സൈറ്റിൽ പോയി അതിന് ശേഷം ഞങ്ങൾ വേഗം ഗ്രൗണ്ടിലേക്ക് പോയതാണ് കേട്ടോ. എന്തായാലും ഇതുവരെ എത്തിയതല്ലേ, നമുക്കൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് ഒന്നുമില്ല കേട്ടോ. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് വന്നാൽ ഇങ്ങനെയല്ല, റൗണ്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ചെറിയൊരു വഴിയിലാണെങ്കിലും വണ്ടികളാണെങ്കിലും നിങ്ങൾക്ക് അറിയാലോ പറയാതെ തന്നെ. അപ്പോൾ ഞാനൊരു രാജുവേട്ടനും നല്ല ഈസി ആയിട്ട് നടന്നു പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടും ഉണ്ട് കേട്ടോ. ഈ നേരമായിട്ടും നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ നടന്ന് നമ്മൾ എന്താ പറയുക, മേളുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേശ്ശെ കേൾക്കാനുണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് മെല്ലെ ഞങ്ങൾ നടക്കാം. അപ്പോൾ മഠത്തിൽ വരവ് എന്ന് പറയുന്ന ആ പരിപാടിയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് രാജുവേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ആനേനെയൊക്കെ ലോറിയിൽ ഇറക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആന കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് പോകുന്നുണ്ട്. അവിടെ ആനേനെ ഇപ്പുറത്ത് മറ്റേ ഇതിൽ കുളിപ്പിക്കുന്നുണ്ട്, കുറേ ആനകളേനെ കുളിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ചിലപ്പോൾ ഇതിനെ കുളിപ്പിക്കാനായിരിക്കും. ആനയുടെ പേരെന്തോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇതാ ഓരോരുത്തർ ഫോൺ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഞാനും ആനേനെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് നിന്നു കേട്ടോ. ആന നല്ല ഭംഗിയുള്ള ആനക്കുട്ടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ രസമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. എന്നാലും തൃശ്ശൂർ പൂരത്തിൽ എത്തിയതല്ലേ, നമുക്ക് ഇവരേനൊക്കെ ഒന്ന് വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഇതുപോലെ ചെണ്ട കൊട്ടുന്ന ആൾക്കാരെന്നെ കൊണ്ട്, കുറേ ചെണ്ടകൾ വിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ചെറുതൊക്കെ കേട്ടോ. വലിയ ഭംഗിയിൽ നമുക്കങ്ങനെ കണ്ട് തട്ടിമുട്ടി നടക്കേണ്ട അതൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഇതാണ്, റോട്ടിലൊക്കെ കാണാനുള്ളൂ. അപ്പോൾ ആനകളെനൊക്കെ ഇറക്കണ കണ്ടു, അടുത്ത പന്തൽ കണ്ടു. അങ്ങനെ അവിടെയാണ് കേട്ടോ, ഈ പന്തൽ കാണുന്നിടത്താണ് കേട്ടോ കൊട്ടൊക്കെ ഉള്ളത്. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു ഇതാണ് മഠത്തിൽ വരവ്. പക്ഷെ 3 ആനകളേ ഉള്ളൂ കേട്ടോ, 3 ആനകളുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ബാക്കി 3-4 ആനകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടു. പിന്നെ ഇവിടെ കയറി നിൽക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഉയരത്ത് നിന്നിട്ട് ഉയരത്ത് കയറി നിൽക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്നില്ല. എനിക്ക് പറ്റാവുന്ന ഒരു ഉയരത്ത് നിന്നിട്ട് ഞാൻ നമ്മുടെ ആനകളേനൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൽ രാമനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്കറിയില്ല രാമനെ. ഇപ്പോൾ ദേ ഇങ്ങനെ ആനകളൊക്കെ കയറി പോകുന്ന പോക്കിൽ ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, രാമ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ആ ഫ്രണ്ടിൽ നടക്കുന്ന ആനേനെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതായിരിക്കും രാമൻ. പക്ഷെ എനിക്കറിയില്ല. ഞാൻ അവരുടെ ആ ഒരു നെയിം ബോർഡ് ഉണ്ടല്ലോ, ആ ചങ്ങലേമ, അത് ഞാൻ നോക്കിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് നോക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ നോക്കിയില്ല. ഈ ആനേനെ കണ്ടപ്പോഴാണ് അവർ രാമ എന്ന് പറഞ്ഞിട്ട് ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ രാമനാവും എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല, അറിയാത്ത കാര്യം പറയാൻ പാടില്ല എന്നല്ലേ. അപ്പോൾ ഈ രാമ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ മേലിരിക്കുന്ന ആ എന്താ പറയുക, വെഞ്ചാമരും ഇതൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ വിളിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കയറിപ്പോയി. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ തൊട്ടടുത്ത് തന്നെ ഞാൻ നിന്നു. ഇത് ലേശം കുറുമ്പനാനയായിരുന്നു. ഇതിന് കുറച്ച് കുറുമ്പുണ്ട്. ചങ്ങലയ്ക്കൊക്കെ നല്ലപോലെ ചങ്ങലയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സൈഡിൽ തന്നെ ഞാൻ നിന്നു.
അങ്ങനെ അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉള്ളിൽ പോയിട്ട് കുറച്ച് മേളമൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താ പറയുക പനി അങ്ങോട്ട് കൃത്യമായിട്ട് മാറാത്ത കാരണം കൊണ്ട് ഇനിയും തണുപ്പടിച്ച് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇനി യാത്രയും വേണമല്ലോ, നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് യാത്രയും ചെയ്യാനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ച് പോവാൻ രാജുവേട്ടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ കൃഷ്ണനൊക്കെ ഡാൻസ് ചെയ്യണതുണ്ടായിരുന്നു കേട്ടോ പന്തലിൽ. അത് നല്ല രസമായിരുന്നു. പന്തലിൻ്റെ പുറമേയുള്ള ആ ഒരു ഡിസൈനിലൊക്കെ കൃഷ്ണൻ ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഇങ്ങനെ മെല്ലെ നടക്കുകയാണേ. എന്തായാലും ഇത്രത്തോളം നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഇത് തീരെ പ്രതീക്ഷിക്കാതെ ഇറങ്ങി വന്നതല്ലേ. അപ്പോൾ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം ഇത്രയൊക്കെ കണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കുക. കുറച്ച് വീഡിയോസും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഇത് രാജുവേട്ടൻ എനിക്ക് തന്ന രാജുവേട്ടൻ്റെ ഫോണിൽ നിന്ന് എടുത്തു തന്ന വീഡിയോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. പക്ഷേ ഇതെല്ലാം ഇതിൽ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അടുത്ത തവണ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ തൃശ്ശൂർ പൂരം കാണാനൊക്കെ പറ്റട്ടെ. ഇത് പിന്നെ ഇങ്ങനെയായി മുണ്ടത്തിക്കോട് എൻ്റെ പരിസരമാണ് ഈ മുണ്ടത്തിക്കോട് എന്ന് പറയുന്നത് വെടിക്കെട്ട് അപകടം നടന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. നമ്മൾ മരണത്തിൻ്റെ എണ്ണം ഒരെണ്ണം കൂടി ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കാണുമ്പോൾ നമുക്ക് ഈ പൂരം ആഘോഷമൊന്നും ഒന്നല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എല്ലാവരുടെ ദുഃഖത്തിലും നമ്മളും പങ്കുചേരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ പരിതസ്ഥിതി എനിക്ക് കണ്ടന്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെന്താ എൻ്റെ കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്തതെന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട് അത് പലതരത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പലതരത്തിലും കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരുവിധം എന്താ പറയുക ലൈഫ് നല്ല സെറ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഇനിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയില്ലേ. എന്നെക്കൊണ്ട് ഇത്രയൊക്കെയേ ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. കുറച്ചും കൂടി വീഡിയോ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ.